അപ്പൊ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി. ഇറക്കി വിട്ടു. 8ലും 9ലും പഠിക്കുമ്പോഴാണ് ഡോൾഫിൻ എന്ന് പറഞ്ഞ കാർ ലോഞ്ച് ആവുന്നത്. അപ്പൊ ഇതൊരു നല്ല ഭംഗിയുള്ള കാറാണ്. അപ്പൊ എനിക്ക് ഈ കാർ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. ഇങ്ങനെ പോയി എന്റെ കാറിന്റെ അടിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ മൂപ്പര പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയം തുളഞ്ഞു കയറി എന്ന് പറയുന്ന ബുള്ളറ്റ് സൂസൈഡ് ചെയ്യുന്ന ആൾ ഗൺ എടുത്തിട്ട് ചെസ്റ്റിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ട്രിഗർ പുള്ളിയാന്ന് പറയുന്നത് ഭയങ്കര ചാലഞ്ചിങ് ആണ്. കാരണം എങ്ങാനും ബാക്കിയായി പോയി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് മരിക്കണം തീരുമാനിച്ചാൽ എന്തായാലും ഇവിടെയാവും തീർച്ചയായിട്ടും. 99 CJ റോയ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ഫൗണ്ടർ. എന്തിനാണ് ഇദ്ദേഹം ഈ ജീവിതം വെടിഞ്ഞ് ഈ ലോകം വെടിഞ്ഞു പോയത്? നല്ല വ്യക്തിമുദ്രയുള്ള ആള്, പിന്നെ പോരാത്തിന് നല്ല യുക്തിബോധമുള്ള ആള്, അതിനുപരി ഏറ്റവും നല്ല ഒരു ബിസിനസ് സംരംഭകൻ, എല്ലാം കൊണ്ടും ചെറുപ്രായത്തിന്, അതായത് കേവലം ഒരു 36 വയസ്സിൽ തന്നെ ഒരു ഫ്ലൈറ്റ് തന്നെ സ്വന്തമാക്കിയ ഒരു വ്യക്തി, ആഡംബര കാർ, 10-12 അകം ആഡംബര കാറിന്റെ ഉടമ, ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ വളരെയധികം സക്സസ് ആയിരുന്ന വ്യക്തി എന്തിനാണ് ഈ ലോകം വിടുന്നത് എന്ന ഒരു ചർച്ചയിലാണ് ഇന്ന് ഈ കേരളവും ഇന്ത്യക്ക് പുറത്തും എല്ലാം. അപ്പം അതിനകത്തൊക്കെ കുറേയധികം സംശയങ്ങളാണ് എല്ലാവരും വന്നത്. എല്ലാവരും കോൺസ്പിറസി തിയറീസ് ആണ് വരുന്നത്. അപ്പം നമുക്ക് എത്ര ചാനൽ എടുത്ത് നോക്കിയാലും അതിലെ ഒരു ആധികാരികത നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. എന്തൊക്കെയോ പോമറകളും ചീഞ്ഞനാറ്റങ്ങളും മാത്രമേ നമുക്ക് പറ്റുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇന്ന് നമ്മൾ പറയുന്നത്, ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയ ആണെങ്കിലും അല്ലെങ്കിൽ ലൈക്ക് ന്യൂസ് ചാനലുകളായാലും നമ്മളൊരു വേറൊരു രീതിയിലാണ് നമ്മൾ ഇതിനെ ചിന്തിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറെ അധികം അന്വേഷണങ്ങളും ചർച്ചകളും അങ്ങനെ കുറെ അധികം കണ്ട് പലയിടത്തുനിന്നും ശേഖരിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, പിന്നെ കുറച്ചധികം ചിന്തിക്കാനുള്ള കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എന്റെ ഈ അവതരണ ശൈലികളും നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാകുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യണം. ഇപ്പൊ തന്നെ ചെയ്തോളൂ, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ മറന്നു പോകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഈ ന്യൂസിലോട്ട് വരുവാണെങ്കിൽ നമുക്കറിയാം, ഒരുപാട് 9,000-ൽ പരം കോടി സ്വത്തുക്കൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ CJ റോയ് എന്ന് പറയുന്ന ഒരാൾ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹത്തിന്റെ പൈസയൊക്കെ വെറും നോട്ട് പേപ്പറിന്റെ ഒരു കടലാസിന്റെ വില മാത്രമേ ഉണ്ടാകുകയുള്ളൂ. കാരണം ഒരുപാട് പൈസയായി. അപ്പം കുറെ നമുക്കൊരു സാധനം അമിതമായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനോട് ഒരു ഇഷ്ടം പോയിട്ട് വാട്ട് ഇസ് നെക്സ്റ്റ് എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങും. അപ്പം അങ്ങനെ ഇദ്ദേഹം ചിന്തിച്ചെന്ന് വേണം കരുതാന്. കാരണം അതുകൊണ്ടാണ് ഇദ്ദേഹം പല പടത്തിനും സിനിമയ്ക്കും പ്രൊഡ്യൂസറായിട്ട് നിന്നിട്ടുണ്ട്. കാസിനോവ പോലെയുള്ള കുറെ അധികം ഒരുപാട് ഫണ്ട് ചെലവായ സിനിമകളിൽ ഇദ്ദേഹം പ്രൊഡ്യൂസറായിട്ട് നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബെൻസ് തന്നെ ഇദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി വെറുതെ ക്ലാഷ് ആക്കി കളഞ്ഞിട്ടുണ്ട്, കത്തിച്ച് കളഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഇദ്ദേഹം തന്നെ ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം പൈസ ഇദ്ദേഹത്തിന് ഒന്നുമല്ല. പൈസ ഇദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുമില്ലെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം ഈ അടുത്തിടെ കുറച്ച് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് വരുന്നതെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഒരു പ്രാഞ്ചേട്ടൻ ആണെന്ന് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേറെ ഒന്നുമല്ല. കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഹോണററി കൗൺസിലർ റിപ്പബ്ലിക് ആണ് സ്ലോവാക്യയില്. അപ്പം ഇദ്ദേഹം ഇത് പൈസ കൊടുത്ത് വാങ്ങിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല. പക്ഷെ ഇത് പൈസ കൊണ്ട് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. കാരണം ഇതൊരു യൂറോപ്യൻ കൺട്രി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? അപ്പം ഇദ്ദേഹം എങ്ങനെയാണ് ആ യൂറോപ്യൻ കൺട്രിയിൽ ഒരു ഹോണററി കൗൺസിൽ ആയത് എന്ന് നമുക്കൊരു സംശയം വന്നേക്കാം. അപ്പം അവിടെ ആ രാജ്യത്ത് ഇന്ത്യയിൽ നിന്നൊരു പ്രതിനിധി വേണം. അതാണ് ഇത്. അപ്പൊ ഈ പ്രതിനിധിയെ കുറച്ച് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ബിസിനസ്മാന്, നല്ല പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഇവര് സെലക്ട് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഇങ്ങോട്ട് അവരെ തേടി വരാറുണ്ട്. ചിലവർ ഈ പ്രാഞ്ചേട്ടനൊക്കെ ആണെങ്കിൽ, ആ ടൈപ്പ് ഒരാളാണെങ്കിൽ ചിലപ്പോൾ അതിന് ക്യാഷ് കൊടുത്ത് അങ്ങനെ ഒരു പദവിയിലോട്ട് വരാനൊരു ചാൻസ് ഉണ്ട്. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കീർത്തിചക്ര സിനിമ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലാലേട്ടന് കിട്ടിയ പദവി ഉണ്ടല്ലോ, അപ്പം അദ്ദേഹത്തിന് ഒരു നല്ലൊരു ബഹുമതിയുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ആ ഒരു പദവി വാങ്ങുവാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. ഇദ്ദേഹം പൈസക്കല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിന് പൈസ വെറും പുല്ലുവിലയാണ്. അതിനുപരി ഇദ്ദേഹത്തിന് എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു സംഭവം സെറ്റപ്പാണ്. എയർപോർട്ടിലാണെങ്കിലും പല രീതിയിലാണെങ്കിലും ഒരുപാട് അക്സെപ്റ്റൻസ് ഇദ്ദേഹത്തിന് കിട്ടും. പിന്നെ ഇദ്ദേഹത്തിന്റെ ബിസിനസ് അതുപോലെ ഉയർത്താൻ പറ്റും, നല്ലൊരു ഗുഡ് വില്ല് കിട്ടും ഇങ്ങനെ ഒരു സംഭവത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ. അപ്പം ഈ 2017 സെപ്റ്റംബർ 15 ഇദ്ദേഹം സ്ലോവാക്യയുടെ ഹോണററി കൗൺസിലായിട്ട് ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. കൗൺസിലിന് ഒരു പ്രത്യേകമായിട്ട് ഒരു ഐഡന്റി കാർഡ് വേണം. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പാസ്പോർട്ട് പോലും വേണ്ട. അതിൽ തന്നെ ഏത് വിസ വേണേലും ഞൊടിയൊടിയിൽ കിട്ടും, അല്ലേ? ഒരുപാട് വിസകൾ കിട്ടും. പ്രത്യേകിച്ച് ഒരുപാട് സാധാരണക്കാർക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ അത്രയും ഒന്നും നിയമക്കുരുക്കുകളില്ലാതെ വളരെ ഈസി ആയിട്ട് ഇദ്ദേഹത്തിന് പല കാര്യങ്ങളും വിദേശത്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത്. എന്തിനാണ് ഈ സ്ലോവാക്യ പോലുള്ള രാജ്യത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരെ ഇതുപോലെ ഹോണറി കൗൺസിലായിട്ട് എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയും അവരുമായിട്ടുള്ള ഒരു ബോണ്ടിങ് നിലനിർത്താനും ട്രേഡിങ് വളരെ സുതാര്യമാക്കാനും, അതായത് ഇന്ത്യയിൽ നിന്ന് ഒരു പ്രതിനിധി അതായത് ആ യൂറോപ്യൻ രാജ്യത്ത്
വ്യക്തിയെ കുറിച്ച് ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു പ്രതിനിധി എന്ന രീതിക്കാണ് ഇവരിങ്ങനെ ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നത്. അതൊക്കെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇദ്ദേഹം ദുരുപയോഗം ചെയ്തു. അതായത് റെയ്ഡ് നടന്ന സമയത്ത് അല്ലേ, റെയ്ഡ് നടന്ന സമയത്ത് ഒരുപാട് ഫയലുകൾ തിരക്കിയെന്ന് പറയുന്നു. അപ്പം ഈ ഒരു റെയ്ഡ് വരിക എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ അങ്ങനെ നിസ്സാരമൊന്നുമല്ല. എന്തെങ്കിലും തിരിമറികൾ നടന്നാലോ, ടാക്സ് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതല്ല, അത് വേറെ, കള്ളപ്പണം ഇടപാടുകൾ നടത്തിയോ എന്നൊക്കെ അറിയാനൊക്കെയാണ് ഇവര് ഇങ്ങനെ റെയ്ഡ് എടുത്തത്. അപ്പൊ ഈ 2016 മുതൽ ഈ IT ഡിപ്പാർട്ട്മെന്റ് ഇദ്ദേഹത്തിന്റെ പുറകിലാണ് എന്നിങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഡിസംബറിലൊക്കെ ആണെങ്കിൽ ഈ 2025 ഡിസംബറിലും ഇദ്ദേഹത്തിന്റെ പല സ്ഥാപനങ്ങളിലായിട്ട് ഇതുപോലെ റെയ്ഡ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം എന്നാണ് കർണാടക കോർട്ടിൽ അപേക്ഷ കൊടുക്കുകയും ആ റെയ്ഡ് പെൻഡിങ്ങിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ഇദ്ദേഹം മരിക്കുന്നതിന് 2-3 ദിവസം മുമ്പ് ആ പെൻഡിങ്ങിലുള്ള ഇത് നീക്കം ചെയ്യും. തുടർന്ന് 3 ദിവസമായിട്ട് ഇദ്ദേഹത്തിന്റെ 13 സ്ഥാപനങ്ങളിൽ ഇതുപോലെ റെയ്ഡ് ശക്തമായിട്ട് നടക്കുകയായിരുന്നു. അപ്പം ഇദ്ദേഹം ഒരു ഭയങ്കര അഭിമാനമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഇങ്ങനെ ഒരു പദവിയിൽ, അതായത് യൂറോപ്യൻ കൺട്രിയുമായിട്ട് ഇങ്ങനെ ഒരു പദവി നിൽക്കേ, അപ്പൊ അങ്ങനെ ഒരു പദവി ഉള്ളപ്പോൾ നമുക്കുള്ള അക്സെപ്റ്റൻസ് വളരെ വലുതാണ് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു പദവി നിൽക്കേ ഇദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള പദവി അവസാനിപ്പിക്കും, എന്തെങ്കിലും തിരിമറികൾ ഇദ്ദേഹം ഇതിന്റെ മറവിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവസാനിപ്പിക്കും എന്ന ഒരു ബോധം വന്നപ്പോഴത്തേക്ക് ചിലപ്പോൾ ആത്മാഭിമാനം കൊണ്ടാണോ ഇങ്ങനെ സ്വയം ചെയ്ത് എന്ന് നമുക്കറിയത്തില്ല. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇദ്ദേഹം കഴിഞ്ഞ മാസങ്ങളിൽ ഒരു 2 മാസം മുന്നേ ഒരു പോഡ്കാസ്റ്റ് ചാനലിൽ അരുണിന് ആയിട്ടൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ ചെറിയ ഭാഗങ്ങൾ നമുക്ക് കേട്ടിട്ട് വരാം. അത് എന്താ കേൾപ്പിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞിടയ്ക്ക് ഈ ഇന്റർവ്യൂ എടുത്തയാളെ അരുൺ എന്ന് പറഞ്ഞ ഈ വ്യക്തി ഇദ്ദേഹം മരിച്ചതിന് ശേഷം ഒരു FB പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഇന്റർവ്യൂവിലെ പോഡ്കാസ്റ്റ് തൽക്കാലം പ്രൈവറ്റ് ആക്കി വെക്കണം, ഞാൻ പറഞ്ഞതിന് ശേഷം പബ്ലിക് ആക്കിയാൽ മതി എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഇത് പ്രൈവറ്റ് ആക്കിയും പിന്നെ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും കുഴപ്പമില്ല പബ്ലിക് ആക്കിക്കോളൂ എന്ന് പറയുകയും ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പോഡ്കാസ്റ്റില് ഇദ്ദേഹത്തിന്റെ ഒരുപാട് പണമിടപാടുകളെ കുറിച്ചും ഒരുപാട് സ്വത്ത് വിവരങ്ങളും അദ്ദേഹം സ്വന്തമാക്കിയ റിയൽ എസ്റ്റേറ്റ് ഒരുപാട് സ്ഥലങ്ങളെ കുറിച്ചൊക്കെ കുറെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ടാണോ മേ ബി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അപ്പൊ എന്താണ് അത് നമുക്ക് കണ്ടിട്ട് വരാം. അന്നത്തെ ബ്രാൻഡ് അംബാസഡർ. അപ്പോ ഞാനൊരു ലിമോസിനിൽ വരും, നിങ്ങൾ പാട്ട് പാടൂ, ഫ്ലാറ്റ് നേടും. അപ്പൊ ആൾക്കാർ ചോദിക്കും ഇവനാരാണ്, ഇവനും പാട്ടിന് എന്ത് സംബന്ധം? ഒരു 20 പ്രാവശ്യം ഞാൻ വരാണ്ട് ഒരു ദിവസം, 20-25 പ്രാവശ്യം ടിവിയിലൂടെ വരും. അവർക്ക് സ്നേഹപൂർവ്വം. അങ്ങനെ ഞാനൊരു ഐഡന്റിഫൈഡ് പേഴ്സൺ ആയി, കോൺഫിഡന്റ് ഒരു ഐഡന്റിഫൈഡ് ബ്രാൻഡായി. ഓക്കെ, അന്ന് 40 ലക്ഷത്തിന്റെ ഫ്ലാറ്റ് അനൗൺസ് എനിക്ക് തോന്നി 5 ലക്ഷം കൊടുത്ത് ആരും നോക്കില്ല. ബിക്കോസ് പ്രീവിയസ് ഇയറിനും 5 ലക്ഷം കൊടുത്തിട്ടുണ്ട്. 5 എത്ര കൊടുത്ത് എനിക്കറിയില്ല, 5 എന്നോട് പറഞ്ഞു. അപ്പൊ സഡൻ ആയിട്ട് ഒരു ഞെട്ടിക്കൽസ് ഇല്ലേ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ, 40 ലക്ഷം, ഇയാൾ ആരാണ്, കോൺഫിഡന്റ് എന്താണ്? ഓവർനൈറ്റ് വി ബിക്കേം എ ബ്രാൻഡ്. ഗഫാർ തിരിച്ചും ദുബായിലേക്ക് വന്ന് റോഡ് ഷോ നടത്തി. ഓക്കെ, ഗഫാർ ഇസ് എൻ എക്സ്ട്രീംലി കേപ്പബിൾ പേഴ്സൺ. ഈ ട്രിപ്പിൽ എത്ര വിറ്റു എന്ന് അറിയും? 100 എണ്ണം വിറ്റു. ബ്രാൻഡ് ആൾക്കാരിലേക്ക് എത്തി. ഈ പ്രോഗ്രാമിലൂടെ എത്തി. 100 ഫ്ലാറ്റ് വാസ് സോൾഡ് ഇൻ 3 days. 3 മാസം മുമ്പ് പൂജ അടിച്ച ആൾക്കാരാണ്. അന്ന് എന്റെ സ്റ്റാഫിന് ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റി കുറെ അധികം വാദങ്ങൾ ഇവിടെ ഇപ്പൊ പുറത്ത് വരുന്നുണ്ട്. അറിയാലോ, ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭൂതം ഭാവി, അദ്ദേഹം ജനിച്ചപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ ചെക്കി ചെതഞ്ഞ ആൾക്കാർ കൊണ്ടുവരും എന്നുള്ള കാര്യം ഉറപ്പാണ്. പണ്ടൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയ അത്രയും പവർഫുൾ ആയ സ്ഥിതിക്ക് ഇപ്പൊ ഇതൊക്കെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 3 മാസമായിട്ട് ഇദ്ദേഹത്തിന്റെ ഈ സ്ഥാപനത്തിൽ CCTV ഒന്നും പ്രോപ്പർലി വർക്കല്ല. അപ്പം അതിനകത്ത് ഇത്രയും വലിയൊരു വ്യക്തി, ഇദ്ദേഹത്തിന് ഇന്ന നാൾ വരെ ഒരു കേസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പം ഇതുപോലെ ഒരു വ്യക്തിയുടെ CCTV 3 മാസമായിട്ട് പെൻഡിങ്ങിലാന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടുപെടുന്നുണ്ട്. അത് ഇത് മനഃപൂർവ്വം ഇത് കേടാക്കിയതാണോ, അത് എന്താണ് ഇതിനകത്ത് ഇദ്ദേഹം പറഞ്ഞിട്ടാണോ ഇങ്ങനെ ചെയ്തതെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും ഒരു കാലത്തും CCTV ദൃശ്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയില്ലെന്ന് വേണം കരുതാൻ. ഇനി വന്നാലേ നമുക്ക് അതിൽ നിന്ന് വ്യക്തമാവുള്ളൂ എങ്ങനെയാണ്. പിന്നെ ഒരു ന്യൂസിൽ വന്നേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിന്റെ മരണം അറിഞ്ഞത് വെടിയുണ്ട വെടിവെച്ചില്ലേ, അപ്പൊ ശബ്ദം കേട്ടിട്ടാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് സെൻസർ ബുള്ളറ്റ് ആണ് കയറിയത്, അതുകൊണ്ട് സൗണ്ട് ഉണ്ടായിരുന്നില്ല എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത്? നമുക്ക് മെയിൻ സ്ട്രീം ചാനലിലാണെങ്കിലും സാറ്റലൈറ്റ് ചാനലിലാണെങ്കിലും നമുക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പലരും കോൺസ്പിറൻസിയാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് ഏത് വിശ്വസിക്കണം, ഏതാണ് ഉൾക്കൊള്ളേണ്ടതെന്ന് നമുക്ക് അറിയില്ല. പിന്നെ ഇദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോയത് അടുത്ത ഹോസ്പിറ്റൽ ഉണ്ടായിട്ടും 9 കിലോമീറ്റർ ദൂരെ അകലെയാണ്. അത്രയും തിക്കും തിരക്കും ഉള്ളിടത്ത് പെട്ടെന്ന് പ്രാഥമിക ശുശ്രൂഷ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊടുക്കാൻ തയ്യാറായില്ല. കുറച്ചും കൂടി അകലെയുള്ള ഹോസ്പിറ്റലാണ്, നാരായണ ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുപോയത്. അതെന്താണെന്നും അറിയാൻ പറ്റില്ല. ഇനി ഇദ്ദേഹത്തിന്റെ തീർത്തതാണോ എന്ന് അറിയാൻ പറ്റില്ല. പിന്നെ മറ്റൊരു അപ്പം അത് പറഞ്ഞപ്പോഴാണ് അതിനെ തുടർന്ന് ഒരു ചാനലിൽ ഒരു വ്യക്തി പറയുന്നുണ്ട്, അതായത് ബാംഗ്ലൂരിൽ തന്നെ താമസിക്കുന്ന ഒരു വ്യക്തി പറയുന്നുണ്ട്. അതിന്റെ ഒരു ചെറിയ ഭാഗം കൂടെ നിങ്ങൾക്ക് കാണാം. ഒരു സംശയമുള്ളതായത് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അതായത് മാധ്യമങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യത്തിൽ ഒരു ചെറിയ തെറ്റുണ്ട്. അതായത് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലായിട്ടുള്ള നാരായണ ഹൃദയാലയം കൊണ്ടുവന്നു. തൊട്ടപ്പുറത്തുള്ള HSR ലേഔട്ടിലെ നാരായണ ആശുപത്രിയിലാണ് അദ്ദേഹത്തെ എത്തിച്ചത്. എന്നാൽ മരണം സ്ഥിരീകരിച്ചു. ബാംഗ്ലൂർ താമസിക്കുന്നവർക്ക് അറിയാം, തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലേ അല്ല. നമ്മുടെ ഇടയിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. ഇത്രയും തിരക്കുള്ള ഈ ഒരു ബാംഗ്ലൂരിലും നിരവധി ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിൽക്കുന്ന അശോക് നഗറിൽ നിന്നും റിച്ച്മണ്ട് റോഡിൽ നിന്നും 4.5 കിലോമീറ്റർ ദൂരത്തിൽ ഒരു ആംബുലൻസിന് ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ യാത്രയാവുന്ന സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് എന്ന വലിയൊരു ഹോസ്പിറ്റലുണ്ട്. 75% മലയാളികൾ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ. എന്നാൽ ആ ഹോസ്പിറ്റലിലല്ല, ഒരു 9 കിലോമീറ്റർ ദൂരത്തിൽ നിൽക്കുന്ന നാരായണ
ഹൃദയാലയം പിന്നെ വരുന്ന മറ്റൊരു ആരോപണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ, രണ്ടാം ഭാര്യയാണെന്ന് പറയുന്നു, ഒരു നമ്പൂതിരിയുടെ ഭാര്യ ഇങ്ങനെ തട്ടിയെടുത്ത് വിവാഹം കഴിച്ചത്, അപ്പൊ അദ്ദേഹത്തിന്റെ ശാപമാണ്, കർമ്മയാണെന്നൊക്കെ ഇങ്ങനെ പരക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കേരളത്തിൽ അധികം ചർച്ചയില്ലെങ്കിലും കർണാടകത്തിൽ നന്നായിട്ട് ചർച്ചയായപ്പെടുന്ന കാര്യമാണ്. കാരണം കേരളത്തിൽ ഇദ്ദേഹത്തെ കുറിച്ച് മോശമായിട്ടൊന്നും പറയാൻ സാധ്യല്ല. കാരണം അത്രയധികം പരസ്യവും കാര്യങ്ങളും ഒരുപാട് സംഭാവനകളാണ് ഇദ്ദേഹം ഓരോ ചാനൽസിനും കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോഗ്രാമിലൂടെയാണ്, ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 2 നമ്മൾ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു പേര് കേൾക്കുന്നത്. 40 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് അന്ന് പാടി വിജയിക്കുന്ന വിജേതാവിന് ഇദ്ദേഹമാണ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ തൊട്ട് ഈ നിമിഷം വരെ നമ്മൾ ഒരുപാട് ബഹുമാനത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ് CJ റോയ് എന്ന് പറഞ്ഞത്. അതിനുപരി നമ്മൾ കഴിഞ്ഞിടയ്ക്കാണ് നമ്മൾ അനീഷിന്റെ കാര്യം വന്നപ്പോൾ ഒന്നും കൂടി ഇദ്ദേഹത്തെ ഓർത്തെടുത്തത്. പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര അധോലോക സംഘടനകളുടെ പണം ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഡീപ് സ്റ്റേറ്റ് പോലെയുള്ള അന്താരാഷ്ട്ര ഏജൻസിയുടെ പണമോ അല്ലെങ്കിൽ അതായത് മറ്റ് തീവ്രപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള പണം ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന പരിപാടി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ എന്നൊക്കെ ഒരു സംശയമാണ് നിലനിൽക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹം സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളൂ എന്നാണ് ചുരുക്കം. അപ്പം പിന്നെ നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ വെക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഹോണററി കൗൺസിൽ ഓഫ് ദ സ്ലോവാക്ക് റിപ്പബ്ലിക് ആണ്. ആദ്യം എങ്ങനെ ഇദ്ദേഹമായി എത്ര പണം കൊടുത്തു, ഏകദേശം $5 ലക്ഷം എങ്കിലും കൊടുക്കണമെന്നാണ് നമ്മൾ പൈസ കൊടുത്ത് കയറുവാണെങ്കിൽ എന്നാണ് ഇങ്ങനെ ചെറുതായിട്ട് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം പൈസ കൊടുത്ത് കയറിയൊന്നും നമുക്കറിയത്തില്ല. അപ്പം ഇത് വളരെ കറക്റ്റാണ്. 2017 ഇദ്ദേഹം ഒരു ഹോണററി കൗൺസിലായിട്ട് പ്രവർത്തനം ഏറ്റെടുത്തത്. അവിടെ തന്നെ ഇദ്ദേഹത്തിന്റെ ഫിലാന്തോളോപ്പിസ്റ്റ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പം എന്തൊക്കെ തന്നെയാണെങ്കിലും ചെറിയൊരു പ്രാഞ്ചേട്ടൻ സെറ്റപ്പ് ആയിരുന്നു. പക്ഷേ 57ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പൊ കൂടുതൽ അപ്ഡേഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ശ്രദ്ധിക്കുക. ബൈ.